ഹലോ മൈക്ക് ടെസ്റ്റിംഗ് കുഴപ്പമില്ല. എന്നാലേ ദാസ ഇന്ന് നമുക്കൊരു വ്ളോഗാക്കിയാലോ? കരളൊന്നു പിടഞ്ഞാൽ കാണാൻ തോന്നും കണ്ണുകളെ ചിരിയും. ഹലോ ഗൈസ്, അപ്പം എൻ്റെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബൈ ദ വേ, വെക്കേഷൻ ഒക്കെ ആയല്ലോ, എന്തോന്നും ആയി നോക്കിയിരിക്കുക വീട്ടില്. എവിടേക്കെങ്കിലും ഒക്കെ പോവണ്ടേ? ഇത് ഞാൻ എന്റെ വീട്ടിലിരിക്കണ ഉമ്മാനോട് ഉപ്പാനോട് പോയി പറയുമ്പോൾ ഇവര് പറയുന്ന ആദ്യത്തെ ഒരു ഓപ്ഷൻ ആദ്യം കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും സമാധാനവും സന്തോഷവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. 10 ദിവസം അവിടെ നിൽക്കും. 10 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള മാറാപ്പ് കെട്ടുകളൊക്കെ ചുമന്നാണ് പോകുന്നത്. എത്ര ദിവസം നിൽക്കും എന്നുള്ളത് കണ്ടറിയാന്നും പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് യാത്രയാക്കി. അപ്പൊ ബാക്കി വിശേഷങ്ങൾ തറവാട്ടില്. പോയപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഈ ആമസോണിന് ഹെന്ന കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടിയപ്പോൾ അതും എടുത്തിട്ടാണ് പോയിരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് അൺബോക്സിംഗ് വീഡിയോ കലാപരിപാടികളൊക്കെ എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആരും ഇല്ലാതെ ഈ മൂട്ടിൽ മറവിൽ പോയി നിന്നിട്ട് ആ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് വീഡിയോ എങ്ങനെ എടുക്കേനു. അപ്പൊ ഞാൻ നോക്കുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് ഒരാൾ ഇരുന്ന് തള്ളി മറിച്ചു. ആരേക്കും എന്റെ കൂടെ വന്ന് എന്റെ കസിൻ ഉണ്ടല്ലോ കുഞ്ഞി, ഓൾ എന്നെ ഫോൺ വിളിച്ചിട്ട് ഓളെ ഫ്രണ്ടിനോട് എന്തൊക്കെയോ തള്ളി മറിച്ചിട്ടുണ്ട്. തള്ളി മറിക്കുന്നുണ്ട് കുഞ്ഞി. ഞങ്ങള് ഭയങ്കരമായിട്ട് മൈലാഞ്ചി ഇടും. ഞങ്ങൾ അത്ര ഞങ്ങള് നല്ലോണം മൈലാഞ്ചി ഉണ്ടാക്കും. ഞങ്ങളതൊരു ബിസിനസ് ആക്കാം. അപ്പൊ ഞങ്ങള് നല്ലോണം മൈലാഞ്ചി ഉണ്ടാക്കും. ഞങ്ങള് ബിസിനസ് ചെയ്യാൻ പോവാണ്. എസ്പെഷ്യലി പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു പ്രൊമോഷന്റെ ആവശ്യമില്ല. കുഞ്ഞില്ല നാട്ടുകാരെ മൈലാഞ്ചിന്റെ മറ്റേ ട്യൂബ് ഉണ്ടല്ലോ, അതുവരെ ചുരുട്ടാനറിയാം. ഡയലോഗ് മുഴുവൻ അടിക്കണത് ഞങ്ങൾ ഞങ്ങൾ നല്ലോണം മൈലാഞ്ചി ഇല്ല ചെടുത്തോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കുത്തിരുന്ന് മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലായിരുന്നു. ഇത് വ്ളോഗാണല്ലോ, ഇത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാട്ടോ. ശരിയാടി, ഇത് ഇങ്ങനെ മെൽറ്റ് പോലെ ആവുന്നുണ്ട്, ഒരുമാതിരി വലിയണ. ഇത് ജ്യൂസ് ആയിരിക്കല്ലോ മാമ. ആ പൊടിയൊക്കെ ഇതാക്കി തരി, പൊടി പൊടിയാൻ വെക്കണൊക്കെ വെള്ളം പോലെ. എന്താ ഓടണു പൂച്ചേ? അങ്ങനെ കുറച്ച് മെനക്കെട്ടാലെന്താ, ഞങ്ങൾ മൈലാഞ്ചി കോൺസ് ഉണ്ടാക്കാനായിട്ട് പഠിച്ചു. ഉടനെ തന്നെ നമ്മുടെ ഹെന്ന പേജിൽ കോൺസും അവൈലബിൾ ആവാൻ തുടങ്ങും കേട്ടോ. കോൺ മേക്കിംഗ് കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ആവാനായിട്ട് മൈലാഞ്ചി ഉണ്ടാക്കാൻ ഞങ്ങൾ നല്ല സെറ്റ് ആയിട്ട് പഠിച്ചു. അതിന്റെ കോണാണ് ആ കയ്യിൽ മുഴുവൻ കാണുന്നത്. എന്റെ കയ്യിൽ മൈലാഞ്ചി ആയപ്പോൾ ഞാൻ കടന്നു ഒച്ചപ്പാടും ബദറും ഉഹുദും ഒക്കെ നടത്തിയിട്ടാണ് അവസാനം ഓളെ കൊണ്ട് മൈലാഞ്ചി കൊണ്ടുപോയി കൈയിടിപ്പിച്ചത്. അപ്പോൾ ഓളെ കയ്യും ചോന്ന് കിടക്കണുണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. അങ്ങനെ കുറച്ച് ഓണുകൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കി, ബാക്കി നാളെ ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളതൊക്കെ കൂടി എടുത്തിട്ട് ഞങ്ങൾ ഫ്രീസറിൽ കുത്തി നിറച്ച് കയറ്റാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാക്കി വന്ന മൈലാഞ്ചി പൈപ്പിൻ ബാഗിലാക്കിയിട്ട് അതും ഫ്രീസറിൽ കയറ്റി വെച്ചിരിക്കണം. നമ്മൾ കൊണ്ടുവന്ന ആ കിറ്റ് കൊണ്ട് ഏകദേശം ഇത്രയും മൈലാഞ്ചികളാണ് ഉണ്ടാക്കിയത്. മൈലാഞ്ചി ഇട്ടുകൊടുക്കാൻ വേണ്ടി ഇഷ്ടം പോലെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മൈലാഞ്ചി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു എൻജോയ് ചെയ്തിട്ട് ചെയ്ത പരിപാടിയായിരുന്നു. എന്തായാലും കോൺസ് ഒക്കെ ഉണ്ടാക്കിയതല്ലേ, അത് വെച്ചിട്ട് മൈലാഞ്ചി ഇടാന്ന് പറഞ്ഞ് കുഞ്ഞൊരു കോൺ എടുത്ത് മൈലാഞ്ചി ഇട്ട് തുടങ്ങി. വളരെ സ്മൂത്ത് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മൈലാഞ്ചി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു സംതൃപ്തി ഞങ്ങൾക്ക് രണ്ടാക്കും. കുഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് മൈലാഞ്ചി ഇടും കേട്ടോ. അത് പറയണ്ടല്ലോ, ഞങ്ങൾക്ക് രണ്ടാക്കും കൂടിയാണ് ബ്രൈഡൽ ഹെന്ന വർക്ക് ചെയ്യുന്ന പേജൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ കണ്ടുപിടിച്ച് ഓൾ ഉള്ളിൽ ഇതാ ഇതുപോലെ ഇട്ട് തുടങ്ങി. നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നോണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇടാനും പറ്റിയിരിക്കുന്നു. സ്വന്തം ഉണ്ടാക്കിയോണ്ട് പൊക്കി പറയുന്നല്ലോ കേട്ടോ, സത്യമായിട്ടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ മൈലാഞ്ചിന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ്. കോണൊക്കെ ഓക്കെയാണ്. ഇനി ഉണങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റെയിൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അന്ന് രാത്രിയോട് കൂടി ആ കലാപരിപാടികൾ അവിടെ തീർന്നു. പിറ്റേന്ന് ഉമ്മമ്മി വെല്ലിപ്പും കൂടി എവിടേക്കോ പോവാണ്. ഉച്ചക്ക് ചോറ് വെക്കണോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, 10-24 വയസ്സായി ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഈ അടുപ്പത്ത് ഞാൻ ചോറ് വെക്കുന്നു പറഞ്ഞു. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ ഗ്യാസും ഇൻഡക്ഷൻ കുക്കറും കൈകാര്യം ചെയ്തിക്കണമെന്നല്ലാതെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അടുപ്പ് എത്തിക്കുന്നത്. കേൾക്കുമ്പോൾ ചെറിയൊരു അത്ഭുതം
തോന്നിയാലും അതാണ് സത്യം. അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല കഷ്ടപ്പാടുള്ള പണിയായിരുന്നു. ഞാൻ ഇവിടെ കടന്ന് ഊതുമ്പോൾ മൈക്കൂടെ പുക വരും, ഇതിൽ കൂടെ തീ വരും, മൊത്തത്തിൽ ഒരു കോലാഹലം പിടിച്ച അവസ്ഥയായിരുന്നു. അടുക്കള മൊത്തം പുകയായിട്ട് പ്രേതാലയത്തിന്റെ ഉള്ളിൽ കടന്നുറങ്ങണ മര്യാദക്ക് പറഞ്ഞു തരുന്ന ഉമ്മ ഞാൻ ചോറ് വെച്ചിട്ട് പോവാ മോളേന്ന്. പിന്നെ ഓവർ കോൺഫിഡൻസും അഹങ്കാരവും വലിയ ആളായി നോക്കിയതാണ്, വാണ്ടില്ലായിരുന്നു. ഞാനിവിടെ ചോറ് വെക്കുമ്പോ വേറൊരുത്തി അവിടെ ഇരുന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നിപ്പും ബാവൊക്കെ കണ്ടാൽ വല്ല ചിക്കൻ 65 ഉണ്ടാക്കാൻ നിൽക്കണ മാതിരിയാണ്. ചോറ് കിട്ടാതിരുന്ന് കരഞ്ഞിക്കണ്. ആദ്യമായിട്ടാണ് ചോറ് വെച്ചിട്ട് ഞാൻ കരയണത്. ആ പുകയൊക്കെ കൂടി കണ്ണ് കയറിയിട്ട് ആദ്യമായിട്ട് ചോറ് ഉണ്ടാക്കിയതിന്റെ ഇടങ്ങാറാണ് കാണുന്നത്. പിന്നെ എനിക്കൊരു കൊറിയർ കൊണ്ടുപോയി കൊടുക്കാനുണ്ടായിരുന്നു. നമ്മൾ ചെയ്ത സ്റ്റെൻസിൽ ഡ്രോയിങ്ങിന്റെ ഒരു ഫ്രെയിം. വീട്ടിലാകുമ്പോൾ തൊട്ടടുത്ത് തന്നെ കൊറിയർ ഓഫീസ് ഉണ്ട്, അവിടെ പോയി അയച്ചാൽ മതി. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരന്റെ അടുത്തൊന്നുമില്ല, ബസ്സൊക്കെ കയറി അങ്ങ് മേപ്പാടി പോകണം. അപ്പൊ ഞാൻ മെല്ലെ വെല്ലിപ്പാന്റെ വാലയെ തൂങ്ങി അങ്ങോട്ട് പോകും. വിരുന്ന് ആർക്കാനാണെങ്കിലും ഇതൊക്കെ ഞാൻ കൈ കരുതിയിട്ടാ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നേരെ മേപ്പാടി എത്തിയിട്ട് തെരഞ്ഞു കൊറിയർ ഓഫീസ് കാണാത്തോണ്ട് അക്ഷയയിൽ കയറിയിട്ട് അവിടെ നിന്നുണ്ടായി. പിന്നെ അമ്മമ്മ പോണ വഴിക്ക് കുക്കർ നന്നാക്കാൻ തന്നിന്, അപ്പൊ അതും കയറി നന്നാക്കി. മേപ്പാടി വെല്ലിപ്പാന്റെ ഒരു ചങ്കിന്റെ വീടുണ്ട്, അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ചു നേരം നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല കപ്പ ബിരിയാണി വേണമെന്ന്. അപ്പൊ കപ്പക്കൂട്ട് വാങ്ങാൻ കയറി, കുറച്ച് ബീഫും വാങ്ങി. പിന്നെ നേരെ പോയിട്ട് ഉണക്കച്ചമ്മീൻ വാങ്ങി തന്നു. ഉണക്കച്ചമ്മീൻ വെച്ച് ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഈ സാധനങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ളതല്ല. എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, അത് പറ്റൂല ഇത് പറ്റൂല. പക്ഷെ തറവാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്ത് കുന്തവും കോലിട്ട് ഉള്ളിൽ തിരികെ തന്ന ഞാൻ തിന്നു. അതങ്ങനെയാണ്, തറവാട്ടിൽ വന്നിട്ട് കഞ്ഞിവെള്ളം കോരി തന്നാലും അത് കൂടെ ഇറങ്ങി പോണെന്ന് പറയാനേ പറ്റൂല. പിന്നെ അല്ലറ ചില്ലറ പച്ചക്കറികളൊക്കെ വാങ്ങി ഞാനും വെലിപ്പി നേരെ വീട്ടിൽ പോകും. വന്നു നോക്കിയപ്പോ മൈലാഞ്ചിക്ക് ഏകദേശം നല്ലോണം ചോന്നിക്കണ് കേട്ടോ. സ്റ്റെയിൻ ഇല്ല എന്നുള്ള പരാതിയൊന്നുമില്ല, ഊരിയപ്പോ തന്നെ നല്ല സ്റ്റെയിൻ ഉണ്ട്. വൈകുന്നേരം ആണെങ്കിലും നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തു, നല്ല തണുപ്പും കാറ്റും ഇടിയും മഴ. കപ്പ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴാണെങ്കിലും ഉമ്മ എന്നുണ്ടാക്കണേലേറെ ടേസ്റ്റും. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് സൊറ പറ കഥയൊക്കെ പറഞ്ഞിട്ട് മാക്കതൊക്കെ മുഴുവനും കയറ്റി വിടും. ഇന്നലെ കുഞ്ഞിന്റെ കയ്യിൽ മൈലാഞ്ചിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞാ പിന്നെ ഇന്ന് എന്റെ കയ്യിലിട്ടു. എനിക്കാണെങ്കിൽ നല്ല ഫുൾ ഹാൻഡ് ബ്രൈഡൽ ഹാൻഡ് ഇടാനായിട്ടൊരു പൂ. ഞാൻ ഈ ബാക്കിയുള്ളവർക്കൊക്കെ ഇരുന്ന് ഇട്ട് കൊടുത്തിക്കണെന്നല്ലാതെ ഇതുവരെയായിട്ട് ഫ്രീ ആയിട്ട് കൈ നീട്ടിയിട്ട് എനിക്ക് ആരും മൈലാഞ്ചി തന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഫുൾ ഹാൻഡ് ഒക്കെ ഇടലുണ്ട്, പക്ഷെ ഒറ്റപ്പുറല്ലേ ഇടാൻ പറ്റുള്ളൂ, മറ്റേത് ഇടലില്ല. അപ്പൊ എനിക്ക് ഒരേപോലെ രണ്ട് കയ്യിൽ ഇടാനായിട്ടൊരു പൂ. അപ്പോൾ ഓളാണ്ട് പറഞ്ഞു പിന്നെ എന്താ മുത്തേ ഞാനില്ലേ ഡിസൈൻ കാണിച്ചെന്നാൽ ഞാൻ ഇട്ടരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഡിസൈൻ എടുത്ത് കാണിച്ചെടുത്തപ്പോൾ പറഞ്ഞു വാണ്ടില്ലേ ഇത്രയും റിസ്ക് പിടിച്ചിട്ടാണ് ഡിസൈൻ കണ്ടുപിടിച്ചിരാന്ന് ഞാൻ വിചാരിച്ചില്ല. ഓള് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇടുക, പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഇടുക. അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും, പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിരിക്കും ഫൈനൽ ലുക്ക് ആണ്. അങ്ങനെ ഏകദേശം കുറച്ച് അധികം സമയം എടുത്തിട്ട് ആ ഒരു രാത്രി ഞങ്ങൾ ഒരു കൈ നിറച്ച് മൈലാഞ്ചി കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. സംഭവം ശരിയാട്ടോ, കൈ നിറച്ച് മൈലാഞ്ചി ഇട്ടിരിക്കുമ്പോ ഈ കല്യാണ പെണ്ണ് മൈലാഞ്ചി ഇട്ടിരിക്കൂലേ, അങ്ങനത്തെ ഒരു ഫീൽ. ബാക്കി നാളെടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കടന്നു തുടങ്ങി, കാരണം എല്ലാം കൂടി ആ രാത്രി കുത്തിരുന്ന് ഇട്ട് തീരലുണ്ടാവില്ല. അങ്ങനെ രാവിലെ ആയപ്പോ ഞങ്ങൾ എന്താ ഇട്ട മൈലാഞ്ചിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിൽ പേജിൽ ഇടാനായിട്ട് എടുക്കാന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ സംഭവം ശ്രദ്ധിക്കുന്നത് ഇമ്മമ്മ നട്ട ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായി. എന്റെ അമ്മമ്മ ഇമ്മച്ചിയും ഏകദേശം ഒരേ സ്വഭാവക്കാരാണ്. രണ്ടാളും പണ്ട് ചെടിയോ അല്ലെങ്കിൽ പൂവോ ഒന്നും നടന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ എന്റെ ബാക്കിയുള്ള കുഞ്ഞാമാരൊക്കെ അതിന്റെ പിരാന്തിയാളെ. ഇപ്പോഴാണെങ്കിലോ ഇമ്മമ്മ ഇമ്മച്ചിയും കൂടി ഇതിന്റെ പിരാന്തിയാളാവും ചെയ്തു, മറ്റോലത് കുറയും ചെയ്തു. ഓൽക്ക് രണ്ടാക്കും ഇപ്പൊ ചെടിന്റെ മുട്ടിൽ മാന്തിയിട്ട് ഇപ്പൊ കേറാൻ നേരല്ല. കണ്ടില്ലേ ഞങ്ങൾ ആട്ടും കൂടി ശൂന്യമായി കിടക്കണത്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആടിനെ പോറ്റണതേനു. ഈ കഴിഞ്ഞ ആഴ്ച എന്തോ പറ്റി നമ്മളെ തള്ളാട് പ്രസവിക്കാനേനു, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി സിസേറിയൻ ചെയ്ത് 3 കുട്ടികളായിരുന്നു. പക്ഷെ വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തള്ളയാടും മരിച്ചുപോയി, കുട്ടികളും മരിച്ചുപോയി, ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ വിറ്റു. അപ്പോൾ അത് അങ്ങനെ കുറേ കാലമായിട്ട് ആടിനെ കണ്ടിട്ട് ഇപ്പം അതിലിങ്ങനെ ആടിനെ കാണാതാവുമ്പോൾ എന്തോ ഒരു മിസ്സിങ് പോലത്തെ ഫീൽ. ശരിക്കും തറവാട്ടിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നതേ ആടുകളായിരുന്നു. രാവിലെ നീച്ചിട്ട് വെല്ലിമ്മയും കൂടിയും പുല്ല് പറിക്കാൻ പോണതും ചപ്പെടുത്ത് വരുന്നതും പിന്നെ അപ്പുറത്തെ പെരയിൽ പോയിട്ട് മറ്റേ കാടിവെള്ളമൊക്കെ എടുത്ത് വരുന്നതും ഒക്കെ കാണാൻ തന്നെ ഒരു രസം. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഇമ്മമാന്റെ ചെടിയാള്. ഇമ്മമാന്റെ ചെടിക്കും ഉമ്മച്ചിന്റെ ചെടിക്കും നല്ല വ്യത്യാസങ്ങൾ. ഇമ്മച്ചിനത് മുഴുവനും പൂക്കളുള്ള ചെടികളാണ്, ഇമ്മമാന്റെ ഒന്നും പൂക്കളില്ല. പൂക്കളുള്ള ചെടികളുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മറ്റേ ടൈപ്പ് ചെടികളാണ്, പൂക്കളൊന്നും വരാത്ത മണി പ്ലാന്റ് ഒക്കെ പോലത്തെ ചെടികളില്ലേ അങ്ങനെ. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഇരുട്ടത്തുനിന്നല്ലേ മൈലാഞ്ചി കാണിച്ചെന്നെ, ഇനി വെളിച്ചത്തുനിന്ന് കണ്ടോളി. ഏകദേശം ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക്. ഓളതാണെങ്കിൽ ഈ 2 ദിവസം പാടെ കഴിഞ്ഞപ്പോഴും ഏകദേശം ഈ കളർ അയക്കണം, നല്ലൊരു ചുവന്ന കളർ, നല്ല സ്റ്റെയിൻ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി കിറ്റാണ് എന്തായാലും. പിന്നെ അന്നേ ദിവസത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് മറ്റേ കയ്യിലും കൂടി അതേപോലെ മൈലാഞ്ചി ഇടാൻ. അങ്ങനെ കുത്തിരുന്നിട്ട് ഇപ്പുറത്തെ കൈ നിറച്ച് മൈലാഞ്ചി ഇട്ട് ഗൈസ്. മൊത്തത്തിൽ സത്യം പറയാലോ ഞാൻ ഇങ്ങനെ മറ്റേ പുതിയ എണ്ണക്കായിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഇട്ടിരിക്കണ പോലത്തെ ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ എന്റെ പിറ്റേ ദിവസം ഊരിയപ്പോക്കിനും നല്ലതാ ഇതുപോലത്തെ ഒരു ചുവന്ന കളർ. തമാശയും കളികളും ഒക്കെ ആയിട്ട് ദിവസം 10 കഴിഞ്ഞു പോയതേ അറിഞ്ഞില്ല. തിരിച്ചു പുരേക്ക് പോവാനേ തോന്നണില്ലേനു. സത്യം പറയാലോ ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം വേറല്ല. ഏതായാലും 10 ദിവസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചിതാ വീട്ടിക്ക് പോവാണ്. പേരക്കാരൊക്കെ വിളിച്ചാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്, തിരിച്ച് റിട്ടേൺ പോവാണ്. കുഞ്ഞിവിടെ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിക്കോട്ടെ. മേക്കപ്പ് അല്ല സങ്കടാണ് ഗൈസ്. ഇവിടുന്ന് പോവാണ് എന്ന് പറഞ്ഞപ്പോക്കിനും കുഞ്ഞിക്ക് തലവേദന, പനി, ഛർദി, തൂറ്റല് അങ്ങനെ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഞങ്ങളിട്ട മൈലാഞ്ചിക്കത്
പോയി തുടങ്ങി. കുഞ്ഞിന്റെ മൈലാഞ്ചി കാണിച്ചു കൊടുക്ക്. എന്റെ തിരുവാണ് മൈലാഞ്ചി കാണിച്ചു കൊടുക്ക്. മമ്മ വരുന്നുണ്ട്. കണ്ട ഈമാൻ ഇസ്ലാമില്ലാത്ത കാണിച്ചു കൊടുക്കട്ടെ ഉമ്മമാനൊക്കെ ചോദിക്കലുണ്ട് ആൾക്കാര്. ഇങ്ങട് കാണിച്ചു കൊടുക്കട്ടെ. ഉമ്മമാക്ക് ഭയങ്കര നാണാണ്. ജാടയാണ് സെലിബ്രിറ്റി. ഒളിഞ്ഞു നോക്ക്. ഞങ്ങൾ പോവാൻ നേരത്താണെങ്കിൽ ഭയങ്കര കുരങ്ങ് ശല്യം. ഇവിടെ നല്ല കുരങ്ങിന്റെ ശല്യം ഉണ്ട് കേട്ടോ. കുരങ്ങന്മാരെ പായിപ്പിച്ചിന് യോദ്ധാവാണ് എന്റെ വലിയ. പായിപ്പിച്ചാനുള്ള വഴി പറഞ്ഞു കൊടുക്കണ വഴികാട്ടിയാണ് എന്റെ അമ്മമ്മ. ഈറ്റിങ്ങൾ ഉള്ളത് ഭയങ്കര ശല്യമാണ്. നമ്മള് വീട്ടിലെ എന്ത് സാധനം നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കിയാലും ഈറ്റിങ്ങൾ പാഞ്ഞു വന്ന് തിന്നിട്ട് പോകും. സംഭവം ഈറ്റിങ്ങളെ കാണുമ്പോൾ ഈ കുരങ്ങനാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മള് മനുഷ്യന്മാരെ പോലെ തന്നെയാണ്. പെരന്റെ ഉള്ളിൽ കയറിയിട്ട് മുട്ടൊക്കെ എടുത്തിട്ട് അതിങ്ങനെ രണ്ടേണ് പൊട്ടിച്ചിട്ട് വായിൽ ഒഴിച്ച് കുടിച്ചിട്ടൊക്കെ ഓടും. അങ്ങനത്തെ ഒരു സൈക്കോ സ്വഭാവങ്ങളാണ് ഈ കുരങ്ങന്മാർ. അങ്ങനെ പെട്ടിയും പാണ്ടക്കെട്ടൊക്കെ ആയിട്ട് കുഞ്ഞിതാ വരുന്നുണ്ട് ഗായ്സ്. ഫൈനലി 10 ദിവസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും തിരിച്ചു വീട്ടിലോട്ട് പോവാണ്. അപ്പൊ വെക്കേഷൻ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.